എൻ്റെ പേര് ജിൻസി. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ ജർമ്മനിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2019 ജനുവരി മാസം 10-ാം തീയതിയാണ്. ഞാൻ 2007 നേഴ്സിംഗ് പാസ്സായ ആളാണ്. അതിന് മുന്നായിട്ട് ഞാൻ TTC കഴിഞ്ഞു. ഞാൻ സ്പോർട്സിലൊക്കെ നാഷണൽ ലെവലിൽ വരെ പ്രൈസ് കിട്ടിയ ഒരാളാണ്. അപ്പോൾ എൻ്റെ കൂടെ സ്പോർട്സിനുണ്ടായിരുന്ന എല്ലാവർക്കും ജോലിയായി. TTC കഴിഞ്ഞ എല്ലാവർക്കും ജോലിയായി. നേഴ്സിംഗ് കഴിഞ്ഞ എല്ലാവരും നല്ല ജോലിയിലായി. ഈ സമയത്തെല്ലാം നാട്ടിൽ ഒരു നല്ല ജോലി ഇല്ലാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു. 2013 ഞങ്ങൾ കാനഡയ്ക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 2013 ജൂൺ മാസം 13-ാം തീയതി ഒരുപാട് നാളത്തെ ജോലികളുടെ ശ്രമത്തിന് ശേഷം ജോലികളൊന്നും റെഡിയാവാഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇറ്റലിക്ക് പോയി. അപ്പം എൻ്റെയും മക്കളുടെയും പേപ്പറുകൾ ഞാൻ കാനഡയ്ക്ക് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഒരു അധികം മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഡിലേ ആണ്. നമ്മൾ ഓരോ പേയ്മെൻറ്റുകളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരു 5 വർഷത്തിന് ശേഷം ഇതിൻ്റെ പ്രോസസ്സിങ് ഏകദേശം റെഡിയായി. ആ സമയത്ത് തന്നെ ഈ ജോലി ഡിലേ ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ 2 പ്രോസസ്സിങ് ഒരേ സമയത്ത് നടക്കുകയാണ്. അപ്പോൾ ജർമ്മൻ്റെ എക്സാമൊക്കെ നടക്കുന്നുണ്ട്. ദൈവകൃപയാൽ അതൊക്കെ A1 A2 B1 3 മോഡ്യൂൾ വരെ പാസ്സാകാനായിട്ടുള്ള ഒരു കൃപ ലഭിച്ചു. അതിനോടിടയ്ക്ക് എൻ്റെ കാനഡയുടെ PR ലാൻഡിങ് ഫീ വരെ ഞാൻ അടച്ചു. അതായത് എനിക്ക് മക്കൾക്ക് 2 പേർക്കും ഒന്നിച്ച് പോകാനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സുകളും റെഡിയായി. ലാൻഡിങ് ഫീ അടച്ചതിന് ശേഷം അവരെന്നോട് ചോദിക്കുകയാണ്, ഹസ്ബൻഡിൻ്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അപ്പം ഹസ്ബൻഡ് ഇറ്റലിയിലാണെന്ന് അവർക്ക് ഇറ്റലിയിലാണെന്നുള്ളതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ആൾ കേരളത്തിലാണെന്നുള്ള രീതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പം എനിക്ക് ഒരു തരത്തിലും PCC കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഏജൻസി എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഒരു ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ നിനക്കും മക്കൾക്കും പോകാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഇറ്റലിയിലാണ്, ആൾക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ആൾ വിചാരിച്ചു എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കാനായിട്ട് സാധിക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഒരു വക്കീലിനെ പോയി കണ്ട് ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, വിവാഹം എന്ന കൂദാശിയിൽ പരിശുദ്ധ അൾത്താരയുടെ മുന്നിൽ ബൈബിളിൽ തൊട്ട് സാക്ഷ്യം ചെയ്ത ഇന്നത്തെ ലോകത്തിൽ ഒരുപാട് പേര് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഡിവോഴ്സ് ചെയ്യുന്ന ഈ സമയത്ത് എനിക്ക് എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുകയാണ്, ജർമ്മനിയിലേക്ക് നഴ്സുമാരെ ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ. ഞാൻ അപ്പം തന്നെ അവർക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് താല്പര്യമുണ്ടെന്ന്. അന്ന് തന്നെ എൻ്റെ ഇൻ്റർവ്യൂസ് നടന്നു. അപ്പോൾ എനിക്ക് ജർമ്മൻ ആ സമയത്ത് ഞാൻ B2 ആയി. B2ൻ്റെ 2 മോഡ്യൂളെ ഞാൻ പാസ്സായിട്ടുള്ളൂ. അപ്പോൾ അവർ ഇൻ്റർവ്യൂ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നിന്നെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് താല്പര്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ പ്രോസസ്സിങ്ങുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ നമുക്ക് ജർമ്മനിയിൽ കൊറോണ വന്ന് എല്ലാം അവധിയായി, നമ്മുടെ കേരളത്തിലും ഓഫീസുകളെല്ലാം അവധിയായി. അപ്പം 2 വർഷത്തോളം സമയമെടുത്തു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ, ഈശോയുടെ കൃപയാൽ 1 രൂപ പോലും ഏജൻസിക്ക് കൊടുക്കാതെ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ വരെ അവർ തന്നെയാണ് എല്ലാം റെഡിയാക്കിയത്. ജർമ്മനിയിൽ പോയിട്ട് എനിക്ക് അവിടെ എക്സാം ഉണ്ടായിരുന്നു. നമ്മളിവിടെ നഴ്സിംഗ് കഴിഞ്ഞിട്ട് പോയാലും നമ്മൾ അവിടെ ജർമ്മൻ ഭാഷയിൽ നമ്മുടെ ഈ ഡിസീസ് കണ്ടീഷനൊക്കെ പഠിച്ച് നമ്മളവിടെ എക്സാം ചെയ്യണം. അപ്പം 5 പേരിരുന്നാണ് നമുക്ക് എക്സാം നടത്തുന്നത്. അതായത് നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ നമ്മൾ സംസാരിക്കുന്ന എക്സാം അവർ നമുക്ക് ചെയ്യുന്നത്. അപ്പം 5 പേര് ഇരിക്കുകയാണ്. ഞാനപ്പം 4-5 പാർട്ടിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഓരോരുത്തരും മാറി മാറി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ബാക്കി ഒരു ഭാഗവും ഞാൻ പറഞ്ഞില്ല. ഡിസീസ് കണ്ടീഷൻ വന്നപ്പോൾ പറഞ്ഞു 20 എണ്ണം ഉണ്ട്, അതിൽ 1 എണ്ണം ഞാൻ നന്നായിട്ട് ഫോക്കസ് ചെയ്തു, അത് നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തുനിന്ന് എന്ത് ചോദിച്ചാലും എനിക്ക് പറയാൻ സാധിക്കുന്ന എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അവരൊരു ലെറ്റർ തരും, 5 ലെറ്റർ തരും, അതിലേതെങ്കിലും 1 എണ്ണമാണ് വരുന്നത്. അപ്പം നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിച്ചത് തന്നെ മാതാവ് എനിക്ക് തന്നു. പക്ഷേ എല്ലാ ഭാഗത്തു നിന്നും റെഡിയായിട്ട് പോയി എനിക്ക് ആ ഒരു പാട്ട് മാത്രം പാസ്സാവാനായിട്ട് സാധിച്ചില്ല. ബാക്കി എല്ലാത്തിനും നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ പറ്റി. 2 ദിവസത്തിന് ശേഷം അവർ വീണ്ടും എനിക്ക് ഒരു എക്സാം കൂടി നടത്തി. കാരണം ബാക്കി എല്ലാം ഓക്കെയാണ്, പ്രാക്ടിക്കലെല്ലാം ഞാൻ പാസ്സായി, ഈ ഒരു ഭാഗം മാത്രമേ റെഡിയാവാനുള്ളൂ. അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയത്, ഞാൻ ഒട്ടും പ്രിപ്പയർ ആവാതിരുന്ന ഇതാണ്
എനിക്ക് കിട്ടിയ ഒരു ഡിസീസ് കണ്ടീഷനാണ് കിട്ടിയത്. പക്ഷേ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് ഉത്തരം നൽകാനും ആ എക്സാം പാസ്സാവാനുള്ള കൃപ നൽകി. ഇപ്പോൾ ഞാൻ രജിസ്ട്രേഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. നമ്മൾ ഈ എക്സാം പാസ്സാകാൻ നമുക്ക് ആകെ 2 ചാൻസേ ഉള്ളൂ. അതിൽ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ നാട്ടിലേക്ക് തിരിച്ചു പോരണം, അല്ലെങ്കിൽ നമ്മൾ ജർമ്മനിയിൽ വീണ്ടും നേഴ്സിംഗ് പഠിക്കാനായിട്ട് തുടങ്ങണം. അങ്ങനെ നമ്മുടെ ഒരുപാട് മക്കൾ അവിടെയുണ്ട്, നേഴ്സിംഗ് പഠിക്കുന്ന മക്കളുണ്ട്. അപ്പം അമ്മയുടെ അനുഗ്രഹത്താൽ ആ എക്സാം പാസ്സാവാനും രജിസ്ട്രേഡ് നേഴ്സ് ആവാനും സാധിച്ചതിന് അമ്മയ്ക്ക് നന്ദി. എൻ്റെ കല്യാണം കഴിഞ്ഞത് 2009 അപ്പം അത് ഞങ്ങൾക്ക് നല്ലൊരു ഭവനമുണ്ട്, 3000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. എന്നിട്ട് പപ്പയ്ക്ക് റിയൽ എസ്റ്റേറ്റാണ്. പപ്പ സ്ഥലങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റാതെ വന്നപ്പോൾ പപ്പ ഭവനം കൊടുത്തു. അതിനുശേഷം ഞങ്ങൾക്ക് 13 വർഷമായിട്ട് ഭവനം വാങ്ങാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പപ്പയുടെ ബിസിനസ്സുകളൊക്കെ പോകുന്നു എന്ന് കണ്ടപ്പം ഞാനൊരു ദിവസം പപ്പായോട് ഇങ്ങനെ ചോദിച്ചു, പപ്പ ഞങ്ങൾക്ക് ഭവനം പണിയാനായിട്ട് ഒരു 10 സെൻറ്റ് സ്ഥലം പപ്പയ്ക്ക് തരുമോ, ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചു. പപ്പ പറഞ്ഞു ഇപ്പോൾ ആർക്കും തരുന്നില്ല. പപ്പ പറഞ്ഞു അത് നമ്മൾ വീട്ടിൽ നിന്ന് മാറും എന്നുള്ള സങ്കടത്തിലായിരിക്കും. പപ്പ പറഞ്ഞു ഇപ്പോൾ ആർക്കും തരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതെൻ്റെ മനസ്സിൽ ഞങ്ങൾ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല, അത് അങ്ങനെ കിടന്നു. പിന്നെ കൊറോണയുടെ കാലമായി. അപ്പോൾ ഞാൻ അവിടുന്ന് മാറി ഞാനും മക്കളും തന്നെ ഒരു റെൻറ്റിന് താമസിക്കുകയാണ്. അപ്പോൾ മക്കളുമായിട്ട് കൂടുതലൊക്കെ അടുക്കാനും അവരുടെ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ആ സമയത്ത് സാധിച്ചു. കൊറോണ കാലം എല്ലാവരും പറയും സങ്കടങ്ങളുടെ ദുഃഖങ്ങളുടെ ഒരു കാലമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറയും അത് അനുഗ്രഹത്തിൻ്റെ ഒരു കാലമായിരുന്നു എന്ന്. കാരണം കൂടുതൽ പ്രാർത്ഥിക്കാനും പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും കാണാനും രാവിലെ എഴുന്നേറ്റ് മക്കളുമായിട്ട് പ്രാർത്ഥിക്കും. സമയം കിട്ടുമ്പോഴെല്ലാം അവർക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ലാത്തപ്പോഴെല്ലാം അവരുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകി. അങ്ങനെ ഞാനിവിടെ ജനുവരി 30 2020 വന്നു ജോസഫച്ചൻ. അപ്പോൾ ഞാൻ അന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ നിരന്തരം വരുന്നത് ഞാൻ ജപമാല ചെല്ലുകയാണ്. ഇവിടെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, അമ്മേ നീ എന്നെ കാണുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഒരു അടയാളം എനിക്ക് കിട്ടണം. ജോസഫച്ചനെ ഇവിടെ എവിടെയെങ്കിലും കാണാനായിട്ട് സാധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ജോസഫച്ചൻ അവിടെ ആ ഓഫീസിൻ്റെ അവിടെ നിന്ന് ആൾക്കാരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ എന്നോടൊന്നും സംസാരിച്ചില്ല, ഞാൻ അച്ഛനോടൊന്നും പറഞ്ഞില്ല. അച്ഛനെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ഒരു തുടക്കമായിരുന്നു. 2020 ഓഗസ്റ്റ് 1 മുതൽ ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ ഈശോയോടും അമ്മയോടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ ഞങ്ങൾക്കൊരു ഭവനം വേണം, ഞങ്ങൾക്ക് ഭവനം പണിയാനായിട്ട് ഒരു സ്ഥലം വേണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ ലോകത്തിലുള്ള സർവ്വതിൻ്റെ അധികാരി അമ്മയുടെ മകനാണ്. ഈ ലോകത്തിൽ ഇത്രയും സ്ഥലമുണ്ട്, നമ്മുടെ ഇന്ത്യയല്ല, ഈ ലോകം മുഴുവനും നിൻ്റെ മകൻ്റേതാണ്. എനിക്ക് ഭവനം പണിയാൻ എവിടെയെങ്കിലും സ്ഥലം ഒരുക്കി തരണം. എനിക്ക് 10 സെൻറ്റായിട്ടൊന്നും വേണ്ട, എനിക്ക് സ്ഥലം തരുവാണെങ്കിൽ അതൊരു 20 സെൻറ്റ്, അതിൽ കൂടുതലായിട്ടോ അത് മതിയെന്ന് പറഞ്ഞു. അപ്പം 1 വർഷം മുന്നേ OLXൽ ഞാൻ കണ്ട ഒരു സ്ഥലം കൊടുത്തിട്ടില്ല, ഞാൻ വീണ്ടും അത് കാണുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനോട് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവൻ പോയി കണ്ടു. ദൈവകൃപയാൽ 35.25 സെൻറ്റ് സ്ഥലം അന്ന് വാങ്ങാനായിട്ട് പറ്റി. അപ്പം ഞാൻ എവിടെ പോയാലും എൻ്റെ ഹസ്ബൻഡ് ഇറ്റലിയിലാണ്, എൻ്റെ കൂടെ വരാനായിട്ട് ആരുമില്ല. അപ്പം ഞാൻ പറയും, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിലെടുക്കും. ഞാൻ പറയും അമ്മയെ കൂടെ വരണേ, എൻ്റെ മുന്നിൽ നടക്കണേ, എന്നെ സഹായിക്കണമേ എന്ന് പറയും. ആ കാശുരൂപം കയ്യിൽ പിടിച്ച് ഞാൻ പോയിട്ടുള്ള ഒരു വഴികളിലും എനിക്ക് പരാജയപ്പെടേണ്ടതായിട്ട് വന്നില്ല. പക്ഷേ ഈ ആധാരം ചെയ്ത സമയത്ത് ഈ സ്ഥലങ്ങൾ എടുക്കുന്നതിന് എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായി. എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കേണ്ട പലരും എൻ്റെ ഹസ്ബൻഡിന് സ്ഥലം മോശമാണെന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് അങ്ങനെ ഒരുപാട് സഹനങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ പറമ്പെല്ലാം ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ മക്കളും എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ട് ഓരോരുത്തരായിട്ട് നടന്ന് ആ പറമ്പിന് ചുറ്റും നടന്ന് ഞങ്ങൾ ജപമാല ചൊല്ലി, കുഞ്ഞുങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ ഒരു ബൈബിൾ വചനം പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ പ്ലാസ്റ്റിക് കവറിലാക്കി. ഹബക്കൂക്ക് 1:5 ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ ഒരു കുഴി കുഴിച്ച് ഞാൻ ആ വചനം ഞാൻ അവിടെ കുഴിച്ചിട്ടു. അന്ന് മുതൽ ഒരു സ്ഥലം വാങ്ങണമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ പിന്നീട് എൻ്റെ മനസ്സിൽ തോന്നുകയാണ് നമുക്കൊരു ഭവനം പണിതാൽ എന്താണ് കുഴപ്പം എന്നോർത്തു. അപ്പോൾ ഹസ്ബൻഡിന് വിദേശത്ത് വീട് വാങ്ങിയാൽ മതി, നാട്ടിലേക്ക് വരാനായിട്ട് ആൾക്ക് യാതൊരുവിധ താല്പര്യമില്ല. എന്നോട് എപ്പോഴും പറയും നമുക്ക് വിദേശത്ത് വീട് വാങ്ങിയാൽ മതി എന്ന്. അപ്പം ഞാൻ പറയും അത് പോരെ, നമുക്കൊരു ഭവനം നാട്ടിൽ വേണം, നമുക്കൊരു അഡ്രസ്സ് വേണം. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം എല്ലാം ഉണ്ടായിട്ട് ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു വേദന എനിക്ക് വളരെ വലുതായിരുന്നു.
ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ നീ എന്നെ സഹായിക്കണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇതിലേക്കൊരു താല്പര്യം വന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോ ദിവസം പ്രാർത്ഥിക്കും, അമ്മയുടെ സഹായം തേടി ഞാൻ ഇങ്ങനെ പ്ലാൻ വരച്ചു, എഞ്ചിനീയറെ പോയി കണ്ട് പ്ലാൻ, എല്ലാ കാര്യങ്ങളും റെഡിയായി. നമ്മൾ ഞാൻ അപ്പോൾ എൻ്റെ സഹോദരൻ 10 വർഷമായി വിദേശത്ത് ജോലി ചെയ്ത ആൾ നാട്ടിൽ വരികയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മ അവനിലൂടെ എനിക്ക് നടത്തി തന്നു. കാരണം നമ്മുടെ ഒരു രൂപ പോലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് അമ്മ ഇടയാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഈ പല ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായതുകൊണ്ട് എനിക്കിവിടെ വരാൻ പറ്റത്തില്ല. കൊറോണ കാരണം എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ സ്ഥലം വാങ്ങി ഇടവകപ്പള്ളിയിൽ അച്ഛനോട് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ പോയി കണ്ടിട്ടുണ്ട്, അച്ഛനൊന്ന് പോയി ഒന്ന് വന്ന് കാണാവോ എന്ന് പറഞ്ഞു. അച്ഛൻ വന്നത് സ്ഥലം എനിക്ക് വെഞ്ചരിച്ച് തന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലമാണ്, നിനക്ക് നന്മയെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ ഭവനത്തിൻ്റെ പ്ലാനെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇടവകപ്പള്ളിയിൽ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഞങ്ങളുടെ മക്കളും അന്ന് കുർബാനയ്ക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാനത് അൾത്താരയിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അവിടെ അച്ഛൻ്റെ കൊടുത്ത് അച്ഛനത് പ്രാർത്ഥിച്ചു. നമ്മൾ കല്ലിടാനായിട്ട് വാങ്ങി ആ കല്ലിൽ മുഴുവൻ ഞങ്ങൾ ഈശോയുടെ വചനങ്ങൾ എഴുതി, ഞാനും മക്കളും എല്ലാവരും മാറി മാറി എഴുതി. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കാശുരൂപമൊന്നുമില്ല, എല്ലാ അടവാണല്ലോ. അപ്പം ഇവിടുന്ന് വെഞ്ചിരിച്ചിട്ട് ഇവിടുന്ന് കിട്ടി എനിക്കൊരു കാശുരൂപമുണ്ട്, ഉടമ്പടി കാശുരൂപമല്ല, അല്ലാതെ മാതാവിൻ്റെ ഒരു കാശുരൂപമുണ്ട്. ഞാൻ അതിനകത്ത് വെച്ചിട്ട് പറഞ്ഞു, അമ്മേ നിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുത്തണം, നീ മാത്രമേ എന്നെ സഹായിക്കാനായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ എൻ്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ 2022 ജനുവരി മാസം 19-ാം തീയതി ഞാൻ ഇവിടുന്ന് ജർമ്മനിക്ക് പോവുകയാണ്. അപ്പോൾ ജർമ്മനിക്ക് പോകുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി സാലറിയാണ് ദൈവം എനിക്ക് അവിടെ നൽകിയത്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ജോലിയുണ്ട്. അപ്പോൾ ഒരു രൂപ പോലും കുടുംബ സ്വത്തായിട്ട് വാങ്ങാതെ 2500 സ്ക്വയർ ഫീറ്റിൻ്റെ മേളിലുള്ള ഒരു ഭവനം പണിയാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. സ്ട്രക്ചർ പൂർത്തിയാക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ആ ഭവനത്തിൻ്റെ പണി മുഴുവൻ പൂർത്തിയാക്കി. 2022 ജനുവരി 19-നാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പം ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന കൂടും, ഞാൻ പ്രാർത്ഥിക്കും. നമ്മൾ റെൻറ്റിന് താമസിച്ച സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് സാമ്പത്തികമായിട്ട് ഒരുപാട് പേരെ സഹായിക്കുമായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ പറയും, നമ്മളിങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ എന്നോട് പറയും, നിനക്ക് മടിയാണ്. ഞാൻ അറിയാതെ ആൾ സഹായിക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭവനത്തിൻ്റെ പണി തുടങ്ങി കഴിഞ്ഞപ്പം ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ എല്ലാ കാര്യങ്ങളും ദൈവം അവിടെ ക്രമീകരിച്ചു തന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു ഭവനം പണിത് അത്രയും 35 സെൻറ്റ് സ്ഥലം വാങ്ങിയാലും ഞങ്ങൾ ആ വീടിനായിട്ടൊരു ലോൺ എടുക്കുന്നത് സെപ്റ്റംബർ മാസം 8-ാം തീയതി നമ്മൾ ഹൗസ് വാമിങ്ങി വെച്ചു. ആ സെപ്റ്റംബറും കഴിഞ്ഞ് നവംബർ ലാസ്റ്റാണ് ഒരു ലോൺ പോലും ആ വീടിനായിട്ട് എടുത്തത്. അത്രത്തോളം പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിച്ചു. മുഴുവൻ പണിയും പൂർത്തിയായി. ഒരു പണി നടക്കാതെ നിർത്തിവെക്കേണ്ടതായിട്ട് വന്നില്ല. ഒരു ദിവസം പോലും തടസ്സങ്ങളുണ്ടായില്ല. അവിടെ അമ്മ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയാൽ ഹോസ്റ്റൽ ഫീസ് പോലും എനിക്ക് അവിടെ കൊടുക്കണ്ടായിരുന്നു. 10 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അവിടെ ഹോസ്റ്റൽ ഫീസൊക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നത്. അത്രയും പരിശുദ്ധ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചു. അതുപോലെ തന്നെ പിന്നീടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് കിട്ടിയ വെഞ്ചിരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതായത് എൻ്റെ പേരൻസ് താമസിക്കുന്ന ഭവനത്തിനോട് ചേർന്ന് കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സ്ഥലത്തോട് ചേർന്നാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥന് ഇങ്ങനെ കൊടുക്കാനായിട്ടുണ്ട് ഇട്ടിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര വില പറയുന്നു. അപ്പം ഞാൻ 2022 ലീവിൽ വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഈ സ്ഥലം ഒന്ന് റെഡി ആവാൻ വേണ്ടി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വെഞ്ചിരിച്ച് ഉപ്പ് കൊണ്ട് അവിടെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ നിൻ്റെ ഇഷ്ടം എന്താണെങ്കിൽ നിറവേറണേ എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെയാണ് എൻ്റെ ബ്രദർ UK-യിലാണ്. അപ്പോൾ അവൻ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനുമായിട്ട് സംസാരിച്ചു. അതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഞാനിവിടെ ആ സമയത്ത് തന്നെയാണ് ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നത്. ദൈവകൃപയാൽ ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റി. 2022 ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകാനായിട്ട്, എൻ്റെ ഇളയ മോൾ എൻ്റെ കൂടെ ജർമ്മനിയിലാണ്. അപ്പോൾ അവളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ഇപ്പം നമ്മൾ പുതിയതായിട്ട് വെച്ചിരിക്കുന്ന ഭവനത്തിൻ്റെ സൈഡിലൊരു സ്ഥലം ഉണ്ട്. അപ്പം ഞാൻ അവിടെ രാത്രി പോകുന്നതിൻ്റെ അന്ന് രാത്രി ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ വെഞ്ചിരിച്ച് ഉപ്പിട്ടിട്ട് പറയാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഈ സ്ഥലം അവർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ വാങ്ങാൻ പറ്റണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ഈ 2024 ഓഗസ്റ്റ് മാസത്തിൽ എനിക്കൊരു കോള് വരികയാണ്, ചേച്ചി ഞങ്ങൾ ഈ സ്ഥലം കൊടുക്കാൻ പോവുകയാണ്, എന്തെങ്കിലും ഒരു തീരുമാനം പറയാമോ എന്ന് ചോദിച്ചു. എന്നെ സംബന്ധിച്ച് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ഞാൻ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആൾക്ക് അതിനോട് താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പരസ്പരം ആലോചിച്ചൊരു തീരുമാനം എടുത്ത് നമുക്ക് വാങ്ങാം. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയുകയാണ്, നീ തന്നെ ഒരു തീരുമാനം എടുത്തോളൂ, നീ എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തിന് നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവിടെ എന്നെ കുഴപ്പിക്കുന്ന ഒരു
ഇതായിരുന്നു. അപ്പം ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഉടമ്പടി എല്ലാ ചൊവ്വാഴ്ചകളിലുള്ള ഉടമ്പടി ധ്യാനം ഞാൻ കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും, അതെല്ലാം ഞാൻ ഷെയർ ചെയ്യും. അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ നീ തന്നെ സംസാരിക്കണം. അപ്പം അങ്ങനെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ആ ധ്യാനത്തിൽ പറയുകയാണ്, വിജയകുമാർ സാറിൻ്റെ കോയമ്പത്തൂരുള്ള ഒരു പ്രോപ്പർട്ടി അച്ഛൻ ഭവനമാണെന്ന് എനിക്ക് തോന്നുന്നു, അത് വെഞ്ചിരിക്കാനായിട്ട് ചെന്നപ്പം അച്ഛൻ സാറിൻ്റെ വൈഫിനോട് പറയുകയാണ്, ഇതിന് ഫ്രണ്ടിൽ കിടക്കുന്ന ഈ സ്ഥലം നീ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനത് മുൻകൂട്ടി കണ്ടു എന്നാണ് അച്ഛൻ ആ ധ്യാനത്തിൽ പറഞ്ഞത്. അത് കൊടുക്കേണ്ട വരുവാണെങ്കിൽ അവിടെ ഒരു ബിൽഡിംഗ് എന്തെങ്കിലും വന്നെങ്കിൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നുള്ള അച്ഛൻ അത് മുൻകൂട്ടി കണ്ടു. അപ്പോൾ ഞാൻ ആ ധ്യാനം കൂടുന്നതിന് മുന്നേ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ ആ ധ്യാനത്തിൽ എന്നോട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡുമായിട്ട് പറഞ്ഞു, നമുക്കെന്നാൽ അത് എടുക്കാം എന്ന് പറഞ്ഞു. ആ സ്ഥലം 12.25 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പം അതിൻ്റെ രജിസ്ട്രേഷന് ഈ 16-ാം തീയതി നടന്നു. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും കൊണ്ടു നടന്നതാണ് ഈ ഉടമ്പടി കാശ് രൂപ. എവിടെ പോകണമെങ്കിലും എനിക്ക് കൂട്ടുവരാനായിട്ട് എൻ്റെ അമ്മയായിരുന്നു എൻ്റെ കൂട്ടത്തിൽ, പരിശുദ്ധ അമ്മയായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ജപമാലയിൽ 10 മണിയുള്ള ജപമാലയിൽ ഞാൻ നൂല് കൊണ്ട് കെട്ടി അത് ഒരിക്കലും നഷ്ടപ്പെട്ട് പോകാതെ വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഒരു അലമാരിയുടെ മുകളിൽ ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപമുള്ള കൊന്ത വെച്ചിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ നടന്നു പോകുന്നത്, നമ്മുടെ വീട്ടിൽ നിന്ന് 20 മിനിറ്റ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എനിക്ക് ജോലി സ്ഥലത്തേക്ക്. അപ്പം ഞാൻ ഈ ജപമാല അവിടെ വെച്ചിട്ട് ഞാൻ പോയി. ഞാൻ തിരിച്ച് പോന്നപ്പോൾ അത് എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. വീടെത്തുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ അമ്മ എന്നെ അത് ഓർപ്പിച്ച് തന്നു. പക്ഷേ ഞാൻ തിരികെ പോയി, അത് എടുക്കാനായിട്ട് പോയില്ല. അപ്പം ഞാൻ ഓർത്തു പിറ്റേ ദിവസം രാവിലെ ചെന്നിട്ട് അത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ വേദനയുണ്ട്. അപ്പോൾ ഇത്രയും മണിക്കൂർ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിനും എനിക്ക് പിന്നെ നടക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടും. പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ ഉടമ്പടി കാശിനും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാൻ അവിടെ നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ആ യൂണിറ്റിൽ എന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു കാശുരൂപം നഷ്ടപ്പെട്ടു പോയി. ജർമ്മനിയിൽ പറയുന്നത് റോസൻഖാൻ എന്നാണ് പറയുന്നത്, കൊന്തയ്ക്ക് പറയുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാൻ അവിടുത്തെ വേസ്റ്റ് പാത്രത്തിലൊക്കെ ഞാൻ പോയി നോക്കി എൻ്റെ കാശുരൂപം ഉണ്ടോയെന്ന്. പിന്നെ എനിക്കറിയില്ല, നമ്മുടെ ഒരു വേണ്ടപ്പെട്ടവർ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഇത്രയും വേദന നമുക്കുണ്ടാവുമോ എന്നറിയില്ല. ഞാൻ ഒരുപാട് കരഞ്ഞ് ഞാൻ അമ്മയോട് മാപ്പ് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ തെറ്റ് പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹസ്ബൻഡ് ഇറ്റലിയിലാണ്, ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നാട്ടിൽ പോവാണ്, എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ കാര്യവും റെഡിയായി വന്നത്. അപ്പോൾ ഈ ജനുവരി മാസം 10-ാം തീയതി ഞാൻ വന്നത്, എയർപോർട്ടിലെത്തി. പക്ഷെ ഞാൻ ദോഹയിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് അവർ ടൈം ചേഞ്ച് ചെയ്തു. നെടുമ്പാശ്ശേരിയിൽ 2:15 ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റ് രാവിലെ 7:30 ലാൻഡ് ചെയ്തത്. എൻ്റെ ഉദ്ദേശം ഇവിടെ വരിക, പുതിയൊരു ഉടമ്പടി എടുക്കുക, എനിക്ക് ഉടമ്പടി കാശുരൂപം കിട്ടണമെന്നാണ്. ഡിലേ ആയെങ്കിൽ എന്നെ കൊണ്ടുവരാനായിട്ട് ഡ്രൈവർ മാത്രമേ എത്തിയുള്ളൂ. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് കൃപാസനത്തിലേക്ക് പോകണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എല്ലാം എടുത്ത് ഞാൻ ഇറങ്ങുമ്പോൾ 4 മണിയായി. പക്ഷേ എനിക്ക് ഏറ്റവും സങ്കടവും സന്തോഷം കൊണ്ട്, അതായത് ഞാൻ ഇവിടെ വന്ന് പുതിയതായിട്ട് ഉടമ്പടി എടുത്തു. അപ്പോൾ അവിടെ ചെന്ന് ടോക്കൺ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയെ തന്നെയാണ് കിട്ടിയത്. എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ അവർ ടോക്കൺ തന്നു കഴിഞ്ഞപ്പോൾ മാതാവെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് നിന്ന് അമ്മച്ചി പറഞ്ഞു, മോളെ നീ അങ്ങോട്ട് ചെല്ല, അവർ നിന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ ഒരു നിമിഷം ഞാൻ സ്വയം മറന്നു, എന്താണ്, അതായത് എൻ്റെ കൂടെ നിന്ന് അമ്മ പോയി എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ അമ്മ ഇത്രയും സ്നേഹത്തോടെ എൻ്റെ കൂടെ വീണ്ടും വരികയാണെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഭവനത്തിൻ്റെ പണിയുടെയൊക്കെ സമയത്തായാലും എപ്പോഴും ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. സാമ്പത്തികമായിട്ട് പ്രഭാഷണം 11, 21, 22 പറയുന്നുണ്ട്, ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി, കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തൻ്റെ സമ്മാനം, അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. അപ്പം ഇങ്ങനെ എൻ്റെ പ്രാർത്ഥനയിലുടനീളം പരിശുദ്ധ അമ്മയെ ഞാൻ കൂട്ടുപിടിച്ചു. അതുപോലെ അതിനേലും വലിയൊരു സാക്ഷിയാണ്, നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം. അപ്പം നൈറ്റിൽ ഞാൻ ജോലി ചെയ്യുമ്പം ഞാനൊരു നേഴ്സും എനിക്ക് ഹെൽപ്പിന് ഒരാളേ ഉള്ളൂ. ഞാനൊരു ഓൾഡ് ഏജ് ഹോമിലാണ് ജോലി ചെയ്യുന്നത്. കാരണം എൻ്റെ മോളുള്ളതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി കഴിഞ്ഞതാൽ ഞാൻ വരാൻ ലേറ്റ് ആവും. പിന്നെ 12 വയസ്സ് താഴെയുള്ള മക്കളെ അവിടെ തനിയെ വീട്ടിലാക്കാനായിട്ട് പറ്റത്തുമില്ല. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൈറ്റിൽ നമുക്ക് എനിക്കന്ന് 90-ന് മേളിൽ പേഷ്യൻസ് ഉണ്ട് എനിക്ക്. അപ്പം ഫസ്റ്റ് റൗണ്ട്സ് കഴിഞ്ഞ്
3 റൗണ്ട്സാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് റൗണ്ട്സിൻ്റെ സമയത്ത് ഒരു അമ്മച്ചി വീണ് കിടക്കുകയാണ്. അപ്പോൾ അമ്മച്ചി വീണു, അമ്മച്ചിനെ എഴുന്നേൽപ്പിച്ചു. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം, അപ്പോൾ എന്ത് എമർജൻസി സിറ്റുവേഷൻ വന്നാലും നമ്മൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു ഞാൻ പോകുന്നില്ല, അപ്പം അൽഷിമേഴ്സ് ഉണ്ട്, അപ്പം അവർ പറയുന്നത് നമുക്ക് അധികം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, നമ്മൾ അവരെ ഫോഴ്സ് ചെയ്തായാലും നമ്മൾ വിടണമെന്നുള്ളതാണ്. പക്ഷേ ഈ അമ്മച്ചി പോകാതിരുന്നു. എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. ഞാൻ ആ റൗണ്ട്സ് അത്യാവശ്യം വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് സാധാരണയായിട്ട് റൗണ്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ റൗണ്ട്സ് കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ റിപ്പോർട്ടൊക്കെ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നത്. അന്ന് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി, ഇപ്പോൾ തന്നെ എഴുതിയേക്കാന്നുള്ള വിചാരത്തിൽ ഞാൻ അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചു, അമ്മച്ചിക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളത്. ഞാൻ ലാസ്റ്റ് റൗണ്ട്സിൻ്റെ സമയത്ത് ഞാൻ ആ റൂമിൽ കയറി ചെല്ലുമ്പോൾ ആ അമ്മച്ചി ആ കട്ടിലിൽ മരിച്ചു കിടക്കുകയാണ്. അതിനകത്ത് ഏറ്റവും ഇതായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആ അമ്മച്ചിയുടെ മോൾക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ എൻ്റെ വാർഡിലുള്ള പേഷ്യൻസിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് അമ്മച്ചിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഓരോ വാർഡിൻ്റെ ഇൻചാർജുമാർ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ തന്നെ പോയി അവരുമായിട്ട് സംസാരിക്കുക, ജർമ്മൻസാണ്, അപ്പം നീ തന്നെ പോയി സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ചെയ്യുന്നു, ഞാൻ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ ഉടമ്പടി കാശിലുണ്ട്. ഞാൻ പറഞ്ഞു അമ്മേ നിനക്കറിയാമല്ലോ എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടില്ല എന്നുള്ള അറിയാമല്ലോ, അമ്മ എനിക്ക് കൂട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പോയി സംസാരിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല. പക്ഷേ ക്രിമിനൽ പോലീസ് വന്നു, എൻക്വയറി എല്ലാം നടന്നു, പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ MD എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു അവളോട് പേടിക്കണ്ടെന്ന് പറഞ്ഞേരെ, എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ടെന്ന്. അപ്പോൾ അന്നും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ വെഞ്ചിരിച്ച ഉപ്പുണ്ട്. അപ്പം പോലീസുകാർ വന്ന് ആ റൂം സീൽ ചെയ്തിരിക്കുകയാണ്, നമുക്ക് അതിനകത്ത് കയറാനായിട്ട് പെർമിഷൻ ഇല്ല. അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഡോറിൻ്റെ സൈഡിൽ കൊണ്ട് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, അമ്മേ സത്യം എന്തെന്ന് തെളിയണം. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പരിശുദ്ധ അമ്മ അവിടെ എനിക്ക് മാധ്യസ്ഥമായിട്ട് നിന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി. അതുപോലെ തന്നെ ജർമ്മനിയിലെ ഒരു വീട് റെൻറ്റിന് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വീട് കിട്ടി. ഞങ്ങൾ 5 പേര് ഒന്നിച്ചാണ് മലയാളികൾ ഇവിടുന്ന് പോയത്. അവർക്കെല്ലാവർക്കും വീടായി, എനിക്ക് മാത്രം വീടാവുന്നില്ല. അപ്പോൾ എനിക്കൊരു സങ്കടമായി. എനിക്ക് വീടിന് അപ്പോയിൻമെൻറ്റുകളൊന്നും കിട്ടുന്നുമില്ല താനും. ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മയൊരു ഭവനം ഒരുക്കി തന്നെ, എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ പ്രാർത്ഥനകളുടെ ഒരു സ്ഥിരം ഇതായി. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ഒരു പരസ്യം കണ്ട് ഇങ്ങനെ ഒരു വീട് കൊടുക്കാനുണ്ടെന്ന്. അപ്പം ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു ജർമ്മൻകാരോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരു വീട് കൊടുക്കാനുണ്ടോ, ഒന്ന് അന്വേഷിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞു വിദേശികൾക്ക് കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തലേദിവസം തന്നെ 2 ദിവസം മുന്നേ തന്നെ എനിക്ക് വീടിൻ്റെ അഡ്രസ്സ് കിട്ടിയിരുന്നു. അപ്പോൾ വെഞ്ചിരിച്ച് ഉപ്പ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ആ വീട് പോയി കണ്ട് അതിൻ്റെ ചുറ്റിനും ഞാൻ നടന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പ് എവിടെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ നിനക്കിഷ്ടമാണെങ്കിൽ, ഞാൻ എന്ത് കാര്യം പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പറയും അമ്മേ നിനക്കിഷ്ടമാണെങ്കിൽ മാത്രം അത് നടത്തി തരണം, നന്മയ്ക്കായിട്ടാണെങ്കിൽ മാത്രം. അന്ന് ഒരു 10 പേരോളം ആ വീട് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രായമുള്ള 70 വയസ്സിന് മേലുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയാണ്. പക്ഷേ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് പരിശുദ്ധ അമ്മ എനിക്കൊരു ഭവനം തരാനായിട്ട് ലേറ്റ് ആയാലും എനിക്കായിട്ട് വളരെ നല്ലൊരു ഭവനം ഒരുക്കുകയാണെന്നുള്ളത്. 2 നിലയിലുള്ള വീടാണ്. ഈ അപ്പച്ചനും അമ്മച്ചിയും താഴെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ അപ്പച്ചനെ അമ്മച്ചിയെ എനിക്ക് അവിടെ ക്രമീകരിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം അന്ന് എൻ്റെ മോൾക്ക് 11 വയസ്സേ ഉള്ളൂ. 11 വയസ്സുള്ള ആ മകളെ തനിയെ ആക്കിയിട്ട് എനിക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയും ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവളെ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരികയാണെങ്കിൽ എനിക്കിവിടെ ലൈസൻസ് ഉണ്ടെങ്കിൽ അവിടെ ഞാൻ വണ്ടി എടുത്തിട്ടില്ല. കാരണം എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ഞാൻ മോളോട് എവിടെയെങ്കിലും ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ ഇറ്റലിക്കോ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ രാത്രി 12 ആയാലും ആ അപ്പച്ചൻ സ്വന്തം പിതാവിനെ പോലെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ കാത്തിരിക്കും. അപ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കൊണ്ടുപോയി വിടും. അപ്പോൾ അവിടെയെല്ലാം അമ്മയ്ക്കറിയാം എൻ്റെ ജീവിത പങ്കാളി വർഷങ്ങളായിട്ട് ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത്. ആളുടെ ഡോക്യുമെൻറ്റ്സുകൾ ഇതുവരെ ഞങ്ങൾക്ക് ക്ലിയർ ആക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് 2022 ഞാൻ ആൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ അന്ന് പോകുന്ന തലേദിവസം ഞാൻ ജോസഫച്ചനെ സ്വപ്നത്തിൽ കാണുകയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു ആ മകൻ്റെ പേപ്പറുകൾ റെഡിയാകാനായിട്ട് തടസ്സമാണെന്ന് പറഞ്ഞു. അന്നൊക്കെ എനിക്ക് അന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അച്ഛൻ പലരെ ബ്ലെസ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് മടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് കുമ്പസാരിക്കാത്തതുകൊണ്ടായിരിക്കും. നമുക്ക് ജർമ്മനിയിൽ
ഞങ്ങൾക്ക് മലയാളം കുർബാന കാണണമെങ്കിൽ 2.5 മണിക്കൂർ ദൂരം യാത്ര ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് കുമ്പസാരിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ ഓർത്തു എന്നിലെ കുമ്പസാരത്തിൻ്റെ കുറവുകൾ കൊണ്ടൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഈശോയുടെ പാവങ്ങളേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം ആ പേപ്പറുകൾ ഇതുവരെ റെഡിയായില്ല. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോഴും എന്നോട് പറഞ്ഞു. പക്ഷേ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്കങ്ങനെ സങ്കടങ്ങൾ ഉണ്ടാവാറില്ല. കാരണം എന്നാ വെച്ചാൽ തമ്പുരാന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനല്ല ക്ഷേമത്തിനാണെന്നാണല്ലോ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും, നമുക്ക് ഇങ്ങനെ 2 ഇടത്തായാലും ഇപ്പോൾ 2 മാസം കൂടുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആയുസ് തന്ന ദൈവം അനുഗ്രഹിച്ചല്ലോ, അതിന് തന്നെ ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ ആളോട് കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കാനായിട്ട് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു.